The importance of cost accounting. Cost accounting in the importance ആണ്. Detailed information with respect to cost of operation. So to equip the executives with relevant information required for planning, scheduling, controlling and decision making. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ പ്ലാനിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ, ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് വേണം. അതാണ് ഫസ്റ്റ് കാര്യം പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിന് കറക്റ്റ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവണം കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. ദിസ് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിങ് വിച്ച് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് കോസ്റ്റ് ഇൻഫർമേഷൻ തരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊഡക്ടിവിറ്റി, ഓവറോൾ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. കോസ്റ്റ് മാനേജ് ചെയ്ത് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്ത് ഐഡിയൽ കപ്പാസിറ്റി ഒന്നുമില്ല, അതായത് വെറുതെ ഇരിക്കുന്നത്, അതാണ് ഐഡിയൽ കപ്പാസിറ്റി. അപ്പോൾ മെഷീൻസും നമ്മുടെ എംപ്ലോയീസും ആരും വെറുതെ ഇരുന്ന് സമയം കളയാണ്ട് ഉള്ള ടൈമിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെ ഓവറോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി ദ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ക്യാൻ ബി സമ്മറൈസ് ഫോർ ഓൾ ബെനിഫിഷ്യറീസ് ആസ് ഡിസ്ക്രൈബ്ഡ്. ഓരോ ബെനിഫിഷ്യറീസിന് ഓരോ രീതിയിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ബെനിഫിറ്റ് ചെയ്യണത്. മാനേജ്മെൻറ്റ് ആണെങ്കിൽ പ്രൈസ് ഫിക്സേഷനെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊഡക്ഷൻ ഓൺ റൈറ്റ് ലൈൻസ്, കറക്റ്റായിട്ട് നമ്മളെ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സഹായിക്കും. വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യും. മേക്ക് കമ്പാരിസൺ പോസിബിൾ അക്രോസ് പീരീഡ്സ് അക്രോസ് പ്രോഡക്റ്റ് ലൈൻസ്. നമ്മൾ പ്രോഡക്റ്റ് ലൈൻസ് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് ഡേറ്റ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പീരീഡ്സ്, ലാസ്റ്റ് ഇയർ ഡേറ്റയും കറണ്ട് ഇയർ ഡേറ്റയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റിനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, മാനേജ്മെൻറ്റിന് വേറെയും ഗുണങ്ങളുണ്ട്. നമുക്ക് പീരിയോഡിക്കൽ ഡേറ്റ അനുസരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാനായിട്ട് പറ്റും. അതായത് പ്രോഡക്റ്റ് വൈസിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാമെന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് എവിടെയൊക്കെയാണ് കറക്റ്റ് എക്സ്ട്രാ കോസ്റ്റ് ഇൻകർ ആവുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇൻവെൻട്രി കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് പെർമനൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് ഇൻവെൻട്രി നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് അതിൽ ബ്ലോക്ക് ആവും, വർക്കിംഗ് ക്യാപിറ്റൽ അതിൽ ബ്ലോക്ക് ആവും. അപ്പോൾ ആവശ്യത്തിനുള്ള ഇൻവെൻട്രി മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കാനും മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി എംപ്ലോയീസിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? അസിസ്റ്റ് ടു ഡെവലപ്പ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇൻസെൻറ്റീവ്, ബോണസ് പ്ലാൻസ് എക്സെട്ര. അപ്പോൾ ഇൻസെൻറ്റീവ്സും ബോണസ് പ്ലാൻസും ഒക്കെ കറക്റ്റായിട്ട് ഇവരുടെ എത്രയാണ് ഇവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് നമുക്ക് കമ്പനിക്ക് അറിയാം. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും ഇവർ എമൗണ്ട് എത്ര വെക്കണം, എംപ്ലോയി സാലറി കൊടുക്കാനായിട്ട് എത്ര എമൗണ്ട് കീപ്പ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനും കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്വാളിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇവരുടെ സാലറിയും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് കോസ്റ്റുകൾ ഓരോന്നിനും കറക്റ്റായിട്ട് കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. കറക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അപ്രോപ്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫെലീഷ്യസ് റെമ്യൂണറേഷൻ, കറക്റ്റായിട്ട് അവരുടെ ജോലി അതേപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷനും കറക്റ്റായിരിക്കും. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോബും കറക്റ്റായിരിക്കും, അതേപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷനും പ്രോപ്പറായിരിക്കും. ഇനി നമ്മുടെ ക്രെഡിറ്റേഴ്സിന് നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയെ പറ്റി ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് പറ്റും. അതായത് ക്രെഡിറ്റേഴ്സിന് അറിയാൻ പറ്റും നമ്മുടെ കമ്പനിക്ക് ഇത്രയാണ് കോസ്റ്റ് ആയത്, അപ്പോൾ നമുക്ക് ഒരു ഏകദേശം എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മളെ ക്രെഡിറ്റേഴ്സിന് അറിയാനായിട്ട് പറ്റും. അതങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ക്രെഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് ക്രെഡിറ്റേഴ്സിനെ ഡയറക്റ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരാവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും. ഇനി എക്കണോമി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എക്കണോമിയെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യും, അതേപോലെ നമ്മുടെ ഇൻഎഫിഷ്യൻസീസ് കുറയ്ക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി അതേപോലെ തന്നെ നമ്മൾ ഒരു ഫുൾ നേഷനും മൊത്തത്തിലൊരു കോസ്റ്റ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ അത് എവിടെ കൊണ്ടുവരാം, എവിടെയാണ് എക്സസ് കോസ്റ്റ് ഇൻകർ ആവുന്നത്, എവിടെയാണ് വേസ്റ്റേജ് വരുന്നത്, എല്ലാം കണ്ടുപിടിച്ചിട്ട് പ്രോപ്പറായിട്ട് കോസ്റ്റ് റിഡക്ഷന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, കോസ്റ്റ് കൺട്രോളിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇനി ഒബ്ജെക്ഷൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ്. ഒബ്ജെക്ഷൻസ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത്രയും യൂസ് അതിനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. അതാണ് ഇനി നമ്മൾ പറയുന്ന ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത്. മേജർ ഒബ്ജെക്ഷൻസ് എന്ന് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ആദ്യം നമ്മൾ പറയാനുള്ള കാരണം. പിന്നെ ക്ലറിക്കൽ വർക്ക്,
ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റിനേക്കാൾ കൂടുതലും കോസ്റ്റ് ചിലപ്പോൾ ഇൻകർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് റിസൾട്ട് ഫ്രം ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സും കോസ്റ്റ് റെക്കോർഡ്സിൽ നിന്ന് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒരിക്കലും സെയിം ആയിരിക്കത്തില്ല. കാരണം ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ എടുക്കുന്ന ഐറ്റംസ് ചിലപ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കില്ല, കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഇൻആപ്ലിക്കബിൾ. ലാക്ക് ഓഫ് കോമൺ ഫോർമാറ്റ് ആൻഡ് സിസ്റ്റം മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ടു അപ്ലൈ കോസ്റ്റ് അക്കൗണ്ടിങ് ടു ഓൾ ഇൻഡസ്ട്രീസ് യൂണിഫോംലി. എല്ലാ ഇൻഡസ്ട്രിക്കും യൂണിഫോം ആയിട്ട് ഒരേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല കോസ്റ്റ് അക്കൗണ്ടിങ്. കാരണം അതിന് പ്രോപ്പറായിട്ട് ഒരു ഫോർമാറ്റ് ഇല്ല. പിന്നുള്ളത് ഇറ്റ് ഈസ് അൺനെസറി. നമ്മൾ കോസ്റ്റ് റെക്കോർഡ്സും കൂടെ മെയിൻറ്റെയിൻ ചെയ്താൽ അതൊരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആവുമെന്നാണ് പറയുന്നത്. കാരണം മാനുഫാക്ചറിങ് ഫേംസിന് വേണം, കാരണം അവർക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് പ്രത്യേകം എടുത്ത് അറിയേണ്ടി വരുമല്ലോ. പക്ഷേ ചില ഫേംസ്, മറ്റുള്ള ഫേംസിൻ്റെ കേസിൽ അത് വേണ്ട എന്നാണ് പറയുന്നത്, അൺനെസറി ആണെന്ന്. കാരണം നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എഴുതുന്ന പല കോസ്റ്റുകളും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും എഴുതും, ചിലത് മാത്രമേ അവോയ്ഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതൊരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അല്ലേ, എന്തിനാ 2 പ്രാവശ്യം ചെയ്യുന്നത്? അതാണ് ഈ ആർഗ്യുമെൻറ്റ്. ഇറ്റ് ഈസ് അൺനെസറി. And the system is complex. Cost accounting require identification, categorization and allocation of different type of expenses which is generally considered as complicated. ഈ ഒരു സിസ്റ്റം കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല എക്സ്പെൻസുകൾ ഇതിനകത്ത് കാണും. പല രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പല ടൈപ്പ് ഓഫ് കോസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം കോംപ്ലക്സ് ആണ്, ഇത് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് ആക്യുറസി കുറവാണ്. അപ്പോൾ ഇതൊരു നോഷണൽ കോസ്റ്റാണ്, അല്ലെങ്കിൽ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, എസ്റ്റിമേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിംഗ് റിസൾട്ട് ഈ നമ്മളിവിടെ ഫോർകാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ലാക്ക് ഓഫ് ആക്യുറസി. പിന്നെ യൂസ് ഓഫ് സെക്കൻഡറി ഡേറ്റ. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡേറ്റ നോക്കിയിട്ടായിരിക്കും എസ്റ്റിമേറ്റ് ചെയ്ത് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതാണ് ഒബ്ജെക്ഷൻ. ഇനി ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഫ്ലോസ് ആണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഒബ്ജെക്ഷൻസ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ ഡ്രോബാക്സ് എല്ലാം നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ പറയുന്ന മിക്ക ഡ്രോബാക്സും നല്ല കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ നല്ല ടീം വർക്ക് ആൻഡ് കോർഡിനേഷൻ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജെക്ഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് പോയിൻറ്റ്സ് ആണ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫോൾസ് ആണ്, രണ്ടാണ്. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ ഇസ് എ ടെമ്പററി പ്രോസസ് ക്യാരിഡ് ഔട്ട് ഫോർ എ സ്പെസിഫിക് യൂണിറ്റ്. കോസ്റ്റ് റിഡക്ഷൻ ടെമ്പററി അല്ല, പെർമനൻറ്റ് പ്രോസസ്സാണ്. ദ റിസൾട്ട് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ആർ ഓൾവേസ് സെയിം. റിസൾട്ട് ഓൾവേസ് ഡിഫറെൻ്റ് ആണ്, അത് ഫോൾസ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ഓർ സർവീസ് റെൻഡേഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് സത്യമാണ്, നമ്മളെ പ്രൈസ് ഫിക്സേഷന് വേണ്ടിയിട്ട് നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. ദ പ്രോസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റിമെയിൻ യൂണിഫോം ഫോർ ഓൾ കമ്പനീസ് അക്രോസ് ഇൻഡസ്ട്രീസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്, അതായത് സെയിം ആണ്. എല്ലാ ഇൻഡസ്ട്രീസിനും സെയിം ആണെന്നാണ് പറയുന്നത്. സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. യൂണിഫോം ആയിട്ടൊരു പ്രൊസീജിയറോ പ്രോസസ്സോ ഒന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനില്ല. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പെൻഡ് ലാർജ്ലി ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് സത്യമാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഡേറ്റ നോക്കിയിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്, അത് ട്രൂ ആണ്. പിന്നെ മെയിൻറ്റെയിനിങ് കോസ്റ്റ് റെക്കോർഡ്സ് ഇസ് ടീഡിയസ് ആൻഡ് ലീഡ്സ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. നമ്മുടെ കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്തിരി ജോലിയുള്ള, അതായത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MCQs. അപ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സ് ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട്, അപ്പോൾ ഈ ചാപ്റ്റർ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഒന്ന് ഫണ്ടമെൻറ്റൽസ് ഓഫ് കോസ്റ്റ്, ഇറ്റ്സ് എലമെൻറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് കോസ്റ്റ്, ഇറ്റ്സ് എലമെൻറ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതാണ് അടുത്ത യൂണിറ്റ്.